നമുക്ക് എവിടെയൊക്കെ സ്ഥലമുണ്ടോ അവിടെയൊക്കെ എന്തെങ്കിലും നട്ടു കൊടുക്കാം. അപ്പോൾ 1 ഇഞ്ച് സ്ഥലം പോലും പാഴാക്കാതെ നമുക്ക് എന്തെങ്കിലും നട്ടു കൊടുക്കാം. അപ്പോൾ ഞാനിത് ഈ ഒരു ചെടിയുടെ ഇപ്പുറം ഇവിടെ ചീര നട്ടിട്ടുണ്ട്. അപ്പോൾ ആ ചീര നട്ടതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ഓരോ പയറിൻ്റെ വിത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മൾ നട്ടത് ഉണ്ടാവുന്നോ ഇല്ലേ എന്നല്ല, നമ്മൾ നട്ട് കൊടുക്കുക. ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഇല്ലാതെ അത് വിജയിക്കാതിരിക്കും. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കരുത് ഒരിക്കലും. നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. കൃഷി ഇഷ്ടപ്പെടുന്നവർക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒരു കൃഷി കഴിഞ്ഞ് അത് നഷ്ടമാണെന്ന് വിചാരിച്ച് അത് മടുപ്പൊക്കെ തോന്നും. പക്ഷെ കൃഷി രക്തത്തിലരിഞ്ഞവർക്ക് അതൊരിക്കലും മടുക്കുകയില്ല. അത് അവർക്കൊരു ഒഴിയാബാധയായി അവരുടെ ഹൃദയത്തിലും മനസ്സിലും തലച്ചോറിലും ഒക്കെ ഉണ്ടാകുന്നതാണ് ഈ കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒന്ന് വിജയിച്ചില്ലെങ്കിൽ നമുക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കവറിലൊക്കെ നമ്മൾ എന്തെങ്കിലും നട്ടുപിടിപ്പിക്കും. ചീരയെല്ലാം പൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇനി വിത്തായിട്ടാകുമ്പോൾ നമുക്ക് ഇത് ഉണങ്ങിയിട്ടാകുമ്പോൾ അത് പറിച്ചെടുത്ത് ഉണങ്ങാൻ വെക്കാം. ഉണങ്ങിയിട്ടാകുമ്പോൾ നമുക്ക് ചെറിയ കുഞ്ഞു കുഞ്ഞു വിത്തുകളുണ്ടാവും. ചുവന്ന ചീരയേക്കാൾ ചെറുതാണ് കേട്ടോ ഈ പച്ച ചീരയുടെ വിത്തുകൾ. ചെറിയ കടുകുമണിയേക്കാളും ചെറിയ വിത്തുകളാണ് നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ അത് ശേഖരിക്കാൻ തന്നെ കുറച്ച് വിഷമമാണ്. പക്ഷേ നമുക്കത് വിത്ത് ശേഖരിച്ചിട്ട് വലിപ്പം വെക്കുന്നതും ചുവന്ന ചീരയേക്കാൾ കൂടുതൽ പെട്ടെന്ന് വളർച്ച എല്ലാ സമയത്തും ഇപ്പോൾ വർഷകാലത്ത് വേണമെങ്കിൽ നമുക്ക് ഈ പച്ചച്ചീര കൃഷി ചെയ്യാം. പക്ഷേ ചുവന്ന ചീര നമുക്കത് പുഴുക്കളൊക്കെ ആക്രമിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ പച്ചച്ചീര നമുക്ക് എല്ലാ സമയത്തും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇലക്കറികൾ നിത്യേനയുള്ള ഭക്ഷണത്തിന് നമുക്ക് ഇലക്കറികൾ ആവശ്യമാണ്. അപ്പോൾ ആ ഒരു ചീരയുടെ സംരക്ഷണത്തിന് നമ്മൾ പ്രത്യേക മുൻഗണന വിത്തൊക്കെ എടുത്ത് വെച്ച് നമുക്ക് വർഷകാലത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.